കോൺഗ്രസ് നേതാക്കൾക്ക് തരൂർ തലവേദന പിടിപെട്ടിട്ട് നാളുകളായി. വിശ്വപൗരൻ എന്ന മേനിയിൽ ഒരു കാലത്ത് കോൺഗ്രസിൽ വാഴ്ത്തപ്പെട്ട നേതാവാണ്. ഇപ്പോൾ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥ. പാർട്ടി ഒരു വഴിക്കും തരൂർ ഒറ്റയ്ക്ക് വഴിവെട്ടി മറ്റൊരു പാതയിലും പോകാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പ്രവർത്തക സമിതി അംഗമെന്ന പദവി പേരിന് മാത്രം. പാർട്ടിക്കു വേണ്ടി കാര്യമായ പ്രവർത്തനങ്ങളൊന്നുമില്ല എന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് വീണ്ടും പരസ്യപ്പോര് തുടങ്ങിയത്. കേന്ദ്ര നടപടിയിൽ പാർട്ടി നേതാക്കൾക്കുള്ള സംശയങ്ങളൊന്നും തരൂരിന് ഉണ്ടായില്ല എന്നതാണ് പ്രശ്നം. ലോകരാജ്യങ്ങളിൽ പറന്നു നടന്ന് കേന്ദ്ര പ്രശംസ ആവർത്തിക്കുകയും ചെയ്തു. അപ്പോഴും തരൂരിന്റെ ഉന്നം എന്ന കാര്യത്തിൽ ചർച്ചകൾ പല വഴിക്ക് നടന്നു. കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ താൻ യോഗ്യനെന്ന തരത്തിൽ ദേശീയ മാധ്യമത്തിൽ വന്ന സർവേ പങ്കുവച്ചതും ഒടുവിൽ ഉള്ള് വെളിച്ചത്താക്കി. ഇനിയുള്ള ലക്ഷ്യം കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയായിരിക്കുമെന്നത് പണ്ടേ പരസ്യമായ രഹസ്യവുമാണ്. തരൂരിന്റെ മോഹമറിഞ്ഞ കേരളത്തിലെ നേതാക്കൾ അമർഷം ഒന്നടങ്കം പരസ്യമാക്കി. അതിനിടെ BJP മൂർച്ച കൂട്ടി ഉപയോഗിക്കുന്ന അടിയന്തരാവസ്ഥയെന്ന ആയുധവും ഇന്ന് തരൂർ തൊട്ടു. ദേശീയ മാധ്യമങ്ങളിൽ എഴുതിയ ഈ ലേഖനം ചെറുതായല്ല നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. തരൂരിന്റെ ഈ പവർ പ്ലേ എങ്ങനെ പ്രതിരോധിക്കണമെന്നതിൽ തല പുകയ്ക്കുകയാണ് നേതൃത്വം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.